എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആൾക്കാർ സബ്സ്ക്രൈബർ കൂടി വരുന്നുണ്ട് കേട്ടോ. വലിയ ഒരുപാട് സന്തോഷം. കൂടട്ടെ, ഒരുപാട് ആൾക്കാർ വരട്ടെ. നമ്മുടെ കുടുംബത്തേക്ക് പുതിയ ഒരുപാട് ആൾക്കാർ വരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് പറയാറുണ്ട്. അതുമാതിരി തന്നെ കമൻറ്റിലൂടെ പറയാറുണ്ട്. പിന്നെ ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ട്. ചില ആൾക്കാർ പറയും, ചേട്ടാ ഫോൺ വിളിച്ച് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര പേടി പോലെ. അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഇങ്ങനെ മുഖം ഫേസ് ഇങ്ങനെയൊക്കെ ഉണ്ടോ, അതാന്ന് ഓർത്താരും ഇതാക്കണ്ട. വിളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വിളിക്കാൻ സംസാരിക്കുക, അതിനൊന്നും യാതൊരു വിധ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്ര വലിയൊരു ആനക്കാരനല്ല, ഞാൻ സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു പാപ്പാനും അല്ല. ഞാൻ സാധാരണക്കാരനായ ഒരു ആനക്കാരൻ. ഒരു ആനകളെ സ്നേഹിക്കാനും ആനകളെ മാത്രമല്ല, മിണ്ടാപ്രാണികളായാലും മനുഷ്യന്മാരായാലും എനിക്ക് സ്നേഹിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സ്നേഹിക്കുന്നത് എല്ലാവരും തിരിച്ച് സ്നേഹിക്കണമെന്നില്ലല്ലോ. ചിലവർക്ക് ഞാൻ പോരായ്മക്കാരനാവും, ചിലവർക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. എന്നാലും ഭൂരിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 95% ആൾക്കാർക്കും എന്നെ ഇഷ്ടമാണ്. അതെനിക്ക് മനസ്സിലായി. അവരെന്നോട് ഇഷ്ടം കൊണ്ടാണ് എൻ്റെ വീഡിയോസുകൾ കാണുന്നത്. ഒരു ദിവസം വീഡിയോ വരാൻ വൈകി കഴിഞ്ഞാൽ, ചേട്ടാ എവിടെ വീഡിയോ, എവിടെ, നിങ്ങൾ തമാശ കളിച്ച് നടക്കുവാണോ, നിങ്ങൾ എന്നെ വീഡിയോ ഒന്നും എടുക്കാത്ത. അപ്പം അത് കേൾക്കുമ്പോൾ ശരിക്കും എന്തെന്ന് പറയാം, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, അതിപ്പോൾ വിദേശത്തു നിന്നായിക്കോട്ടെ നമ്മുടെ നാട്ടിൽ നിന്നായിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടായാലും മെസ്സേജ് അയച്ചിട്ടായാലും നമ്മളോട് പറയുവാണ്, ചേട്ടന് ഇഷ്ടമാണ് കേട്ടോ, അല്ലെങ്കിൽ ചേട്ടൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുകളുണ്ട്. അവരൊക്കെ തൽക്കാലം സൈഡിലേക്ക് നിൽക്ക്. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കൂടുതൽ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നവരാ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോസുകൾ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് നമ്മുടെ മനിസ്വാമിയുടെ ആദിനാരായണനാനയുടെ ആയിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കിടക്കത്തഴമ്പിൻ്റെ ഒരു മുഴ വന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കിടക്കത്തഴമ്പുമ്പോൾ മുഴ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആനയുടെ ബാക്ക് കാലിൻ്റെ മുകളിലേക്ക് ഒരു സൈഡിൽ, അതായത് കിടക്കുന്ന സ്ഥലം പതിയുന്ന ആ ഭാഗം, അത് കിടക്കത്തഴമ്പെന്ന് പറയുന്നത്. കിടക്കുന്ന തഴമ്പ്, ആ തഴമ്പിൻ്റെ അവിടെ ചെറിയ കല്ലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മണ്ണ് പൊന്തി നിൽക്കുവോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഇപ്പം അത് എന്താ പറയുക, ഇത് ഒരു കല്ലാന്ന് വിചാരിക്കും. ഇത്രയും വെയിറ്റുള്ള സാധനമാണ് ഇതിൻ്റെ മുകളിലേക്ക് കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ പതിയും. ഇതിങ്ങനെ പതിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഇത് കണ്ടോ, ഈ ഒരു റൗണ്ടിൽ ഒരു ഇത് കണ്ടോ, ഇതുപോലെ തന്നെ അവിടെ വരും. ചിലത് കുഴപ്പമുണ്ടാവില്ല, ചിലത് നമ്മൾ കഴുകി വിടുമ്പോൾ പോവും, ചിലത് അവിടെ നിന്ന് ഇങ്ങനെ അത് കല്ലച്ചിട്ട് അത് പിന്നെ അത് മുഴ പോലെ വീർത്ത് വരും. ചിലത് കുറേ വർഷങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കും, ചിലത് ഡോക്ടർമാരത് കീറി കളയും. ഞാനന്ന് അത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാടൻ രീതി, പണ്ടത്തെ ആനക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പണ്ടത്തെ നല്ല പ്രഗത്ഭരായ ആനക്കാരെന്ന് പറഞ്ഞാൽ അവരാണ് ആനക്കാർ. അവരെല്ലാം പറ്റിയ പഴയ പണിക്കാരെ, പഴയ ആൾക്കാരെ, അവരുടെ പണി ഡിഫറെൻ്റാണ്, നമ്മുടെ പണി ഡിഫറെൻ്റാണ്. അവർ ആനപ്പണി അത്രയും അറിവോടുകൂടി ചെയ്യുന്നു, നമ്മൾ കമ്പ്യൂട്ടറിലെ പണി പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ അധികവും പഴയ രീതിയിലാണ് എൻ്റെ പരിപാടികളെല്ലാം. പഴയ കാലത്ത് ആനപ്പണി എങ്ങനെയാണോ ഞാൻ ഈ ഒരു രീതിയിലേക്ക് വന്നത്, ആ ഒരു രീതി വെച്ചിട്ടുള്ള ആനപ്പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്, യാതൊരു വിധ മാറ്റങ്ങളും ഇല്ല. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവർ ആനപ്പണി ചെയ്യുന്നത്. ചില ആൾക്കാർ ഈ പണിയോട് അത്ര ഒരു താല്പര്യമല്ല, പൈസ ഉള്ള ഒരു രീതിക്ക് വരുന്ന ആൾക്കാരുണ്ട്. ചിലർ ഇഷ്ടപ്പെട്ട് ഈ ഒരു പണി, വേറെ പൈസയൊന്നും വേണ്ട, എന്നാലും ഈ ആനയെ കൊണ്ട് ഒരു പൂരപ്പറമ്പിൽ കയറി, ഒരു സദസ്സിൽ കയറി, അതിനെ കൊമ്പത്ത് പിടിച്ച് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ, മറ്റുള്ള ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു അഭിമാനം. എൻ്റെ രീതികളെല്ലാം പഴയ രീതികളാണ്. അപ്പം ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും പഴയ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പുതിയതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇതുവരെ അങ്ങനെ കടന്നിട്ടില്ല. അപ്പം മനുസ്വാമിയുടെ ആനയുടെ കിടക്കത്തഴമ്പിൻ്റെ അവിടെ അത് ഒരുപാട് വർഷം അതിങ്ങനെ കൊണ്ടു നടന്നു. അത് അങ്ങനെ നമ്മളത് മരുന്ന് വെച്ചു, അത് പിന്നെ മുഴച്ചു, അത് മുഴ വന്നു, അത് പൊട്ടി കഴിഞ്ഞതിന് ശേഷമായിരുന്നു പിന്നെ ടാസ്ക് മൊത്തം. കാരണം ഈ ഒരു ശരീരത്തിൽ ഒരു മുറിവ്, നമ്മുടെ മേത്താണെങ്കിലും ഒരു മുറിവ് അല്ലെങ്കിൽ നമ്മുടെ മേത്തൊരു എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇറിറ്റേഷൻ വരും. വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരും. അതുപോലെയായിരുന്നു അന്ന്. ആനയ്ക്ക്
മുഴ അങ്ങോട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആനയ്ക്ക് ഏതാണ്ട് പിന്നെ പകുതി കിളിയില്ല. പല സ്ഥലങ്ങളിലും. പിന്നെ എത്ര വലിയ ആനയല്ലേ. വലിയ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് എത്ര ആൾക്കാർ അതിനെ കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. ആന ആനയുടെ കുട്ടിയവൻ എളുപ്പമല്ല ഇതിനെ കൊണ്ടൊരു പൂരടക്കം. കാണുമ്പോൾ സിമ്പിളാണ്. കാണുമ്പോൾ ആള് വലിയ ഇതൊന്നുമില്ല. പക്ഷെ ആള് ചാർജ് ചെയ്യാൻ നിന്നാ പൂരപ്പറമ്പിലൊക്കെ കയറി കൊമ്പത്തൊക്കെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ആള് ഇങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ ഒരു നോട്ടമുണ്ട്. ഇങ്ങനെ നോക്കും നമ്മളെ. ഏതവനാണെങ്കിലും ഒന്ന് കിടുങ്ങും. പിന്നെ ഇത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി നിൽക്കുമ്പോൾ കാഴ്ചക്കാർക്ക് നോക്കുമ്പോൾ ആനയും പപ്പാനും തോട്ടിയും വെടിയും പിടിച്ച് വെറുതെ ജസ്റ്റ് പൂരപ്പറമ്പിലേക്ക് വരുന്നു, കൊണ്ടു നിൽക്കുന്നു. അവർ ആനയുടെ കൊമ്പത്തൊക്കെ പിടിച്ച് നിൽക്കുന്നു, ആനയുടെ അടിയിൽ ഇരിക്കുന്നു, കിടക്കുന്നു. പക്ഷെ ചില ഒട്ടുമിക്ക ആനകളെയും പൂരപ്പറമ്പിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ ആ ആനക്കാരൻ കാര്യം മുഖത്ത് നോക്കിയിട്ട് എല്ലാവരോടും ചിരിക്കും, ചിലപ്പോൾ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു പൂരം തീരണ വരെ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പകപ്പ് ആ ആനക്കാരൻ്റെ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ചിലവർ പറയും എനിക്ക് ആനേനൊന്നൊരു പേടിയില്ല, എനിക്കൊരു ആനേനെയും പേടിയില്ല. അങ്ങനെ പറയണ ഒരു മണ്ടന്മാരാണ്. ആനയെ പേടിക്കേണ്ട ഒരു രക്ഷയില്ല. ആനയായിട്ട് നിന്നാൽ നമുക്കൊന്നും യാതൊരു റോളുമില്ല. ഓടേണ്ടി വരും. ഞാൻ ഇപ്പോൾ ഈ ഇന്നാൾ കൂടി ഓടിയുള്ളൂ. കാര്യം നന്നപ്പൻ നല്ല ക്യൂട്ട് വിളിക്കുന്നു, ചിരിക്കുന്നു, കൈ തരുന്നു, അടുത്തേക്ക് വിളിച്ചു നിർത്തുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു ഓടിയതിൽ കൈ കിടക്കില്ല. എൻ്റെ പിന്നാലെ ആയിരുന്നു. അതിൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഉമ്മ തരാനല്ല ഓടിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഈ പറഞ്ഞ ആന. ആന ഭയങ്കര അതായത് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആൾക്ക് യാതൊരു വിധ കുഴപ്പങ്ങളും ഇല്ല. അതുമാതിരി തന്നെ വഴിയടിച്ച് പോവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വിഷയമില്ല. ആന നമ്മൾ പറയണേക്കാൻ മുന്നേ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ നെറ്റിപ്പട്ട എടുത്തിട്ട് മുഖത്തേക്ക് അങ്ങോട്ട് വെച്ച് കെട്ടി തലയിലേക്ക് ആ കോല അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ രാജാവ്. അവൻ അങ്ങനെ നിൽക്കും. ആള് കൊല്ലത്ത് ഒരു തവണ ഒരു പരിപാടിക്ക് പോയി. കൊല്ലം സൈഡിൽ പരിപാടിക്ക് പോയി. അതിൻ്റെ 1-2 ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ പരിപാടിക്ക് പോയത് സ്ഥലത്ത് എന്നെ ശരിക്കും ആന വെള്ളം കുടിപ്പിച്ചു. ആന ഇവിടുന്ന് അവിടേക്ക് പോയി ഇത്രയും വണ്ടി കാറ്റൊക്കെ അടിച്ച് നല്ല തണുപ്പുള്ള അവസ്ഥയിലല്ലേ പോണത്. അപ്പോൾ ഈ ആനകൾക്ക് ഈ എടക്കോളെന്ന് പറയും. എടക്കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപ്പാട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജനുവരിയിൽ അല്ലെങ്കിൽ അല്ല ഒരു ഡിസംബറിൽ മതപ്പാടാണെങ്കിൽ ആ ആനയ്ക്ക് ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്തൊക്കെ നല്ല കോളായിരിക്കും. കോളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരിപ്പായിരിക്കും. അത് നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആനയ്ക്ക് ഓരോന്ന് കമാൻഡ് ചെയ്യുമ്പോൾ ആനയ്ക്ക് അപ്പോൾ ആനയോട് ഇപ്പോൾ വെള്ളം കൊടുത്തിട്ട് ഇങ്ങോട്ട് നീങ്ങാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മേത്തൊഴിക്കാനായിട്ട് ഇവിടെ നീങ്ങാന വലത്തേന്നാണ് നമ്മൾ പറയുക. അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ ആന നമ്മൾ പറഞ്ഞാലും ആൾ കേൾക്കാത്ത പോലെ ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പം നമ്മൾ വടി കൊണ്ട് ഒരു തട്ടൊക്കെ കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് കിളി വരിക. പെട്ടെന്നാണ് പിന്നെ പുള്ളി ഓർമ്മ വന്നത്. അപ്പോൾ എപ്പോഴും ആനേനെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധ അങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ആനക്കാരാണെങ്കിൽ ഇപ്പോൾ ആനയുടെ അടിയിലിരിക്കുകയാണെങ്കിൽ നമ്മൾ കാലുമേ ചവിട്ടി പിടിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് മാറി പോവുകയാണെങ്കിൽ ആ കാലുകൊണ്ട് ഒരു ഞെക്ക് കാണുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞെട്ടി ഇപ്പം കിളി വന്നു. അതുപോലെ തന്നെ പൂരപ്പറമ്പിൽ നിൽക്കുകയാണെങ്കിലും തോട്ടിയും വഴിയും കൂട്ടി പിടിച്ച് നിൽക്കുകയാണെങ്കിലും ആന ഇടയ്ക്ക് ഇങ്ങനെ മൈൻഡ് ഔട്ടായി പോയി. അത് നമുക്ക് അറിയാൻ പറ്റും. മൈൻഡ് ഇങ്ങനെ ഔട്ടായി പോയിട്ട് ആളിങ്ങനെ തൂങ്ങി ഇങ്ങനെ കഴുത്തൊക്കെ ഇങ്ങനെ അഴക്കി ചെവിയൊക്കെ ഇങ്ങനെ താങ്ങി വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ തട്ടും. ആ തട്ടുന്ന സമയത്ത് വീണ്ടും അവർ നോർമലാവും. ഇത് ആദിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആദി ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ആനയാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നമ്മൾ ഇത്ര നാൾ കൂടെ നടന്ന ആളാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്നേഹം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും നമ്മളോടില്ല. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫസ്റ്റ് ഒരു ആന അഴിച്ച് അതിനെ പൂരപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഞാൻ നോക്കിയിട്ട് എനിക്കത് മനസ്സിലായത്. അതിങ്ങനെ കൂടി വന്നു. അതായത് ഈ മുറിവായതിന് ശേഷം അത് ഉണങ്ങണ വരെ ഏകദേശം ഒരു 80% ഉണക്കമായതിന് ശേഷമാണ് ഞാൻ ആനയായിട്ട് മാറുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ചാവക്കാട് ഒരു പരിപാടിക്ക് പോയിട്ടും എന്നെ ഇതേപോലെ നിലം തൊടിച്ചിട്ടില്ല. നിലം തൊടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന തലയെക്കെട്ട് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആന നമ്മൾ പറയുന്നിടത്തല്ല. നമ്മൾ വിളിച്ചാൽ വരാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ സദസ്സിൽ വെച്ചിട്ട് ഇപ്പോൾ ചില സാധനങ്ങളും സദസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വക ആന പറഞ്ഞാൽ കേൾക്കില്ല. അപ്പം എങ്ങാനും നമ്മളിന്ന് 2 അടി എങ്ങാനും കൊടുത്തു കഴിഞ്ഞാലാണ് ആള് പിന്നെ ആൾക്ക് ഭയങ്കര പേടിയാണ്. 2 കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ ഞാൻ അധികം ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്യില്ല. ഒറ്റയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെയുള്ള പിള്ളേരുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി കട്ടിയാന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിള്ളേരോട് പറയും, മക്കളെ നിങ്ങൾക്ക് ബൈക്കിലിറങ്ങി നിന്നോ, ഞാൻ നോക്കിക്കോട്ട്. എന്തെങ്കിലും ആയിപ്പോയാൽ ഞാനല്ലേ വീണ്ടും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ പിള്ളേർക്കൊന്നും ഇന്നീ കാലം വരെ എൻ്റെ കൂടെ നിൽക്കണ ഒരു പിള്ളേർക്ക് പോലും ഒരു പോറൽ പോലും പറ്റില്ല. ഒരു വിരൽ വരെ മുറിയേണ്ട ഒരു സാഹചര്യം
ഞാൻ ഇന്നീ നിമിഷം വരെ കേട്ടോ, നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കോ എൻ്റെ കൂടെയുള്ള പിള്ളേർക്കോ ഈ ആനപ്പണിയെ കൊണ്ട് നടന്നിട്ട് യാതൊരു ഇത് ബുദ്ധിമുട്ടോ ഒരാനയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഒരു ആസ്പത്രി കയറിയിട്ട് ഒരു ഗ്ലൂക്കോസ് കുത്തേണ്ട ഗതികേട് വരെ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് അധികം ശ്രദ്ധിച്ചാണ് ആനയെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ തമാശ കളിക്കില്ല പൂരപ്പറമ്പിൽ പോയിട്ട്. നമ്മൾ കാരണം എൻ്റെ ജീവനേക്കാളും ഞാൻ വില കൽപ്പിക്കുന്നത് എന്നെ വിശ്വസിച്ച് ഇതിൻ്റെ പുറത്ത് കയറുന്ന, ഇതിനെ കോലം പിടിക്കുന്ന ആള്, അലവട്ടം, വെഞ്ചാപരം, കൊട, ഇതിൻ്റെയൊക്കെ ആൾക്കാർ 3-4 ആൾക്കാർ ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ എന്നെ വിശ്വസിച്ചാണ് കയറുന്നത്. ഞാൻ കയറുന്ന പറഞ്ഞിട്ട് ഞാൻ അമരം പൊക്കി കൊടുത്ത് കയറ്റുന്ന ആൾക്കാരാണ് അവർ. അവരെ ഇറക്കി താഴെ ഇറക്കി വിടേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്നെ വിശ്വസിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പം ഞാനത്, എനിക്ക് വേറെ ഓപ്ഷനില്ല. അപ്പം ഞാൻ എൻ്റെ പിള്ളേരോട് പറയും, മക്കളെ നിങ്ങൾ മാറിയുന്നു. അതുപോലെ തന്നെ എൻ്റെ പരിപാടി സ്ഥലത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലത്ത് വെച്ചിട്ടും ആള് എനിക്ക് എന്നെ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടാവും. അങ്ങനെ നോക്കാള് നമ്മളിങ്ങനെ കറക്റ്റ് താപ്പാണോ, ഇവന് കൊട്ടക്കാൻ പറ്റിയ താപ്പാണോ നോക്കും. അതുപോലെ തന്നെ ഈ മതിലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പരിപാടി എഴുന്നള്ളിച്ച് പോവുകയാണെങ്കിൽ കൊമ്പത്ത് പിടിച്ച് ഇങ്ങനെ നമ്മൾ നടക്കില്ലേ, ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ ലേശം അങ്ങോട്ട് പിന്നിലേക്ക് ഇറങ്ങി നിൽക്കും. ഈ ആനയെന്നല്ല ഏത് ആനയാണെങ്കിലും ഈ ഗ്യാപ്പുകളിൽ കൂടെയൊക്കെ ആനയെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ കൊമ്പത്തൊക്കെ പിടിച്ച് പോവുക, അല്ലെങ്കിൽ ഏലസി പിടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആന നമ്മളെ കടന്നടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മതലിൻ്റെ ഇടയിൽ നമ്മളെ ജാമാക്കുമോ ആനകൾ. അതിൻ്റെ ഉള്ളിൽ കിടന്ന് പെട്ടിട്ട് പിന്നെ നമുക്ക് ഓടാൻ പോലും പറ്റില്ല, അവിടെ ഇട്ട് കുത്തും ആനകൾ. അപ്പം ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഇടുങ്ങിയ സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ ലേശം ബാക്കിലേക്ക് ഇറങ്ങി അത് ഫ്രണ്ടിലെ കാലിൻ്റെ പിന്നിലേക്ക് ഇറങ്ങി നടന്നിട്ട് കൈ കൊണ്ട് തട്ടി വിടാൻ പറയും. തട്ടി അങ്ങോട്ട് വിടും. ഫ്രണ്ടിൽ കയറി നടക്കൂല്ല. ഫ്രണ്ടിൽ കയറി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മേളക്കാർ പോകുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ നമ്മൾ നിൽക്കണം. ആന നമ്മൾ ഫ്രണ്ടിൽ മുമ്പിൽ കയറി നടക്കുമ്പോൾ ആന പെട്ടെന്ന് ഓടിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇടയിൽ പെടും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആനയൊക്കെ അങ്ങനെ താപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ തരാം, അങ്ങനത്തെ രീതിയിലുള്ള ആന ഇതൊക്കെ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളൊക്കെ ജസ്റ്റായിട്ട് ആന പല സ്ഥലങ്ങളിൽ നിന്നും തരണമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒരു കുറേ പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ട്. കുറേ പരിപാടികൾ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ആറാട്ടുപുഴ പരിപാടിയൊക്കെ ആ സമയമായിപ്പോൾ ഒരു ദിവസം രാവിലെ കഴുകാൻ വേണ്ടിയിട്ട് ആറാട്ടുപുഴ പരിപാടി ഉണ്ട്, അപ്പം അതിന് പോകണം, അത് എടുക്കണം എന്ന് പറഞ്ഞു. ശരി പോവാൻ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ രാവിലെ ഞങ്ങൾ ആനയെ കഴുകാൻ വേണ്ടിയിട്ട് ചെന്ന് ഇരുത്തി കഴുകി. ഒരു സൈഡ് കഴുകാൻ ആ മുഴയുള്ള സൈഡിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര വാശി, ആൾ ജമ്മം ചെയ്തിരിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വക്കോല് ചാക്കിൽ നിറച്ചിട്ട്, ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ചാക്കല്ല, മറ്റേ ചണത്തിൻ്റെ മറ്റേ ചാക്കില്ലേ, അതിനകത്ത് ഈ വക്കോല് നിറച്ച് വെച്ചിട്ട് അതിങ്ങനെ തുന്നി തലവണ പോലെ ആക്കി വെച്ചേക്കുക. എന്നിട്ട് ആനയോട് ഇരിക്കാൻ പറഞ്ഞ് ആന ഇരിക്കുമ്പോൾ ഇത് കറക്റ്റ് അതിൻ്റെ ആ മുറിവിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. പിന്നെ ഇതുമ്മ വെച്ചിട്ട് പിന്നെ ആനക്കെടുക്കും. അപ്പോൾ ഈ മുറിവിൻ്റെ അവിടെ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ അത് സ്ഥിരമായിട്ട് വണ്ടിയിൽ കൊണ്ട് നടക്കുമായിരുന്നു. നമുക്ക് കഴുകണോടത്തൊക്കെ ഈ മുറിവ് അത് ഞാൻ ഇപ്പോഴും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഈ പാർവാനി ഉണ്ടായിരുന്നപ്പോഴും അതിന് മുറിവ് വന്നപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. കാരണം നിലം തൊടാണ്ട്, അതുമാതിരി രാത്രി പിടിച്ച് കിടത്തുമ്പോഴായാലും അവിടെ നിലം തൊടാത്ത രീതിയിൽ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ സൈഡ് ഇരുത്തി ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെ പിടിച്ച് ഇരുത്തി ഞങ്ങൾ 4 കൊടുത്ത് ഇരുത്തി കിടത്തി കഴുകി. രണ്ടാമത്തെ സൈഡ് കഴുകി ഇതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കുറി തൊടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക്, അപ്പം ഞാൻ കുളി കഴിഞ്ഞു, പിള്ളേർ കുളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ മറ്റേ ശമ്പരം കുളിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ആ കുറിയുടെ പാത്രം കണ്ട് കട്ടി, ഞാൻ ഒരു കുറി തൊടട്ടെ എന്ന് പറഞ്ഞു. കുറി തൊടാനായിട്ട് നിങ്ങൾ കുറി തൊട്ട് അഴിച്ചു നിർത്തിയേക്കുക, ചങ്ങലയൊക്കെ കൂട്ടിയേക്കണം, ഇട കൂട്ടിയിട്ടില്ല, ചങ്ങല വാരി ഇട്ടിട്ടുണ്ട്, കച്ചക്കയറ് കെട്ടിയിട്ടുണ്ട്, ഏലസ് ഇട്ടിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടി പുറത്ത് വന്ന് നിൽക്കണുണ്ട്. അപ്പോൾ നേരെ പോവാ, കുറി തൊട്ടാൽ പോവാം, ആ ഒരു കണ്ടീഷൻ നിങ്ങൾ ഇങ്ങോട്ട് മടക്കാനെന്ന് പറഞ്ഞ് കുറി ഇങ്ങനെ മടക്കിക്കൊണ്ടിരുന്ന് ഞാൻ വരുമുഖത്തെ കുറി തൊട്ടു, വലത്തെ സൈഡിലെ കുറി തൊടാൻ ചെന്നോട് കൂട്ടി ഒരു ഒറ്റ അടിയാൻ തന്നെ. ഞാൻ ഇത് പ്രതീക്ഷിക്കണില്ല, എൻ്റെ കയ്യിൽ തോട്ടിയില്ല, വടിയില്ല, ഒരു സാധനം ഇല്ല. അടിച്ച് ആന വീഴ്ചോട്ട് ആന കുത്താനായിട്ട് എനിക്കുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. ആന അടിച്ച് വീഴ്ച വഴി തന്നെ ഞാൻ എന്ന് വിളിച്ചു വഴി തന്നെ ആന വലത്തോട്ട് തിരിഞ്ഞിട്ട് ഒരൊറ്റ പോക്കാ. അപ്പോൾ ആ തൃശ്ശൂർ ഒരു അമ്പലത്തിലെ കെട്ടിയിട്ടുണ്ടായിരുന്നത്, അങ്ങനെ കുറച്ച് സ്പേസ് അധികമൊന്നും ഇല്ല. അത് ആ റോട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലത്തോട്ട് പോയി 1 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡാ. കേട്ടു ആട്ടിച്ചാന വീഴ്ചു. ആനയെന്ന് വിളിച്ചു വഴി ഞാൻ ആന ബാക്കിലേക്ക് ഒരു 4 സ്റ്റെപ്പ് അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് ഞാൻ അപ്പത്തേക്കും ചാടി എണിറ്റു. തിരിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടാന. അവിടെ ഞാൻ ഓടിച്ചിട്ട് ഞാൻ പിടിച്ചു. ഞാൻ അവിടെ നിന്ന് ഊട്ടി ചെന്ന് ഞാൻ വാൽമ ചെന്ന് പിടിച്ചു. വന്നിട്ട് നേരെ കയറി ചെന്ന് എൽസും പിടിച്ചു. എവിടേക്ക് ആന പോണേന്ന് വെച്ചിട്ട് കയറി ആനേനെ പിടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ മറ്റേ എസമ്പുര ഓടി വന്നിട്ട് ഇടയുണ്ട് കൂട്ടി, ഇട ഇപ്പുറത്ത് തട്ടി ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുക ആനേനെ, എൽസുമേയും കൊമ്പത്തും കൂടി ഇങ്ങനെ പിടിച്ചേക്കാം. അവിടെ എന്ന് പറഞ്ഞ് നിർത്തിയേക്കാം.
ഏലസും മറ്റേ അപ്പത്തേക്കും മേശമ്പരം ഇട കൂട്ടി ഇങ്ങോട്ട് കൂട്ടി നിന്നാനെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആന അങ്ങനെ കാല് കൂട്ടി നിന്ന് അപ്പം തന്നെ ഇട കൂട്ടി നിർത്തി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല, 2 പടയൊക്കെ കൊടുത്ത് കയറ്റി നിർത്തി, കുഴപ്പമില്ല. അപ്പം എനിക്ക് തോന്നി ഇത് ട്രാക്ക് ശരിയല്ലല്ലോ എന്ന് തോന്നി. അപ്പത്തേക്കും വണ്ടി വന്ന് കയറ്റാൻ സമയമായി. അപ്പം ഞാൻ ആകെ പെട്ടു. ആറാട്ടുപുഴ പൂരം പോകാണ്ടിരിക്കാൻ പറ്റുമോ? വേറൊരു ആനേനെ കിട്ടാനില്ല അന്നത്തെ ദിവസം. എന്നിട്ട് നേരെ ഞാൻ കയറ്റി നിർത്തി. അപ്പം എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് അവിടെ ഒരു മരം ഉണ്ട്, ഒരു ആലുണ്ട്, അതൊന്ന് കുളത്തി നിർത്തി. എന്നിട്ട് ഞാൻ ഒരു മര്യാദയ്ക്ക് 4 എണ്ണം കൊടുത്തു, ചക്കനും കൊടുത്തു ഒരു 4 എണ്ണം. അത് കഴിഞ്ഞപ്പോൾ ആന കുഴപ്പമില്ല, ഓക്കെ, ആന വേറെ പ്രശ്നമൊന്നുമില്ല, സെറ്റായി. അങ്ങനെ അത് കയറ്റി ഞാൻ ഇടയിൽ കൂടി തട്ടിക്കൂട്ടിയ ഇടയാട്ടം വെച്ച് നല്ല ആ ചക്കനെ മുകളിൽ കയറ്റി ആനനെ ലോറിയിലേക്ക് കയറ്റി. ലോറി കൊണ്ടുപോയിട്ട് എനിക്ക് എന്നാൽ സ്വാമിയോട് പറയണമെന്നുണ്ട്, സ്വാമി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ആ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്വാമിയോട് പറയും, ചിലപ്പോൾ പോണ്ട വിഷയമില്ല എന്ന് പറയായിരിക്കും. പക്ഷെ ഞാനത് പറഞ്ഞില്ല. പോവാലോ എന്ന് പറഞ്ഞ് കയറ്റി പോയി. അവിടെ അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. അവിടെ കൊണ്ടുവന്ന് ഇറക്കി. അമ്പലത്തിൻ്റെ അവിടെ, ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ അവിടെ, ഞാൻ ഇപ്പം നിൽക്കണം നന്തപ്പനെ കൊണ്ട് നിൽക്കണോടത്ത് കൊണ്ടുവന്ന് ഇറക്കി. വണ്ടിയിൽ നിന്ന് ഇറക്കി. ഇങ്ങനെ കുഴപ്പമില്ല അവിടെ നിന്ന് കയറ്റി. ഞാൻ പറഞ്ഞു, എടാ എന്തായാലും ഒരു ഇടയാട്ടം വെച്ചോ, ഇത് പണി ചിലപ്പോൾ പാളും തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഇടയാട്ടം വെച്ചു. നേരെ ആനനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റിയോട് കൂട്ടിത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി റിലേ പോയി. പുള്ളി കൈ ഇങ്ങനെ കൊമ്പത്തേക്ക് കയറ്റി വെച്ചു. അപ്പം തന്നെ പുള്ളി തെറ്റാൻ പോണതിൻ്റെ സിഗ്നലാണത്. കൈ എടുത്ത് കൊമ്പത്തേക്ക് കയറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആള് തെറ്റാനുള്ള പ്ലാനാണ്. അപ്പം ഞാൻ കൈ എടുത്ത് കൊമ്പത്ത് കയറ്റി വെച്ചാൽ ഞാൻ കൈമ ഒരു പട്ടോട്ടത്ത് എന്താണെന്ന് വെച്ചാൽ കട്ടാന കൈ എന്ന് പറഞ്ഞ് കൈ കെട്ടി വേഗം ചാടി കെട്ടി. അപ്പം ചക്കൻ സമരം ബാക്കിൽ നിന്ന് നല്ല ഗലുത് 2 എണ്ണം കൊടുത്തു. അത് കിട്ടിയപ്പോൾ തന്നെ ആള് 2 ചാട്ടം ചാടിയിട്ട് നിന്ന് നേരെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അമ്പലത്തിൽ വലത്ത് വെച്ച് ഇങ്ങനെ വലത്ത് സൈഡിൽ അവിടെ ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഒരു കല്ലോ ഒരു പോസ്റ്റോ ഇലക്ട്രിക് പോസ്റ്റോ എന്തോ ഒരു സാധനം ഉണ്ട് അവിടെ. കുറ്റിക്കാലോ ഈ വിളക്കോ എന്തോ കാലാന്ന് തോന്നുന്നുണ്ട്, എന്തോ സാധനം ഉണ്ട്. അവിടെ കൊടുന്ന് കയറ്റി നിർത്തി കുളത്തി ഇടയും കൂട്ടി നിർത്തി കോലും ചാരി തീറ്റിട്ട് കൊടുത്തു. തിന്നണില്ല ആന. ആന ഒരു പട്ടം കൊടുത്തിട്ട് എനിക്ക് വേണ്ട, ആന തിന്നണില്ല. ആന വാശിക്ക് തന്നെ നിൽക്കുക. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാർ വന്നിട്ട് സമയമായിട്ടാ തലക്കെട്ടാൻ അതും തറക്കല്. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു ഒക്കെ ഇതുമില്ല. എനിക്കത് എൻ്റെ കയ്യിലില്ല ആന. കാരണം എനിക്ക് പല സ്ഥലത്തും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആന കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ആനയുടെ തലക്കെട്ട് പിന്നെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന പൊളിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായി. സ്വാമി അപ്പോഴത്തേക്ക് വന്നപ്പോൾ ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഒരു കേസുണ്ട്. ആന അവിടെ നിന്ന് ഇങ്ങനെ എന്നെ ഒന്ന് തള്ളിയിട്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ന്യൂട്രൊക്കെ അടിച്ച് പിടിച്ചിട്ടാണ് ഇപ്പോൾ വണ്ടിയിൽ കയറ്റി കൊണ്ടു നിർത്തിയത്. ഇവിടെ അവിടെ വരികയും ചെയ്തു. പക്ഷെ തലയെക്കെട്ട് കെട്ടാൻ എനിക്കൊരു വിശ്വാസക്കുറവുണ്ടെന്ന് പറഞ്ഞു. സ്വാമി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് നോക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അത് തലക്കെട്ട് കെട്ടാം, എന്തായാലും വന്നല്ലേ ഇവിടെ വരെയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്വാമി എനിക്ക് ഇതല്ലാതായിട്ട് തോന്നല്ലേ. കാരണം ഇത്ര ജനങ്ങളാണ്, അത്ര ക്രൗഡുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് ആനയെ പിടിച്ച് വലിച്ച് കയറ്റി കൊണ്ടുപോയി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നിൽക്കില്ല. അന്നാ എനിക്ക് എവിടെ നിന്നെങ്കിലും നിർത്തിയിട്ട് ഇപ്പോൾ ആൾക്കാർ പറയണല്ലേ ആനനെ തല്ലാണ്ട് കൊണ്ടു നടക്കണം, അങ്ങനെ ചെയ്ത് തല്ലാണ്ട് ആനനെ തല്ല് തന്നെ വേണം, അല്ലാണ്ട് അവർ ഒതുങ്ങില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആനയുടെ കൂടെ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും, ഞാൻ പറയണതില്ലേ ഇങ്ങനെ ഈ ആനകളെ തല്ലരുത്, നിങ്ങൾ ആനയെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ആനയുടെ കൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ കൂടെ ആനയുടെ കൂടെ ആണെങ്കിലും വേണമെങ്കിൽ 1-2 ദിവസം നിങ്ങളൊന്ന് വന്ന് നിൽക്കുക. വന്ന് നിന്നിട്ട് നിങ്ങൾ ഇവരുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളത് വരാതെ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാതെ കാണാതെ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് വെറുതെ വന്നിട്ട് ഈ അതും ഇതും പറഞ്ഞിട്ട് യാതൊരു വിധ കാര്യമില്ല. അവിടുന്ന് സ്വാമി ആകെ മുഖമൊക്കെ കറുത്തിട്ട് ഞാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു, എടുക്കാൻ പറ്റില്ല സ്വാമി, കാരണം ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല, എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും, എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ആവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമി ഒരു ഇഷ്ടക്കുറവ് പോലെ ആയി സ്വാമിക്ക്. എന്നാൽ ശരി എന്ന് പറഞ്ഞ് പോയി. എന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇപ്പം തൽക്കാലം ഇപ്പോൾ ഇവിടുത്തെ രാത്രിത്തെ ഇവിടുത്തെ പരിപാടി കഴിയുമല്ലോ, കഴിഞ്ഞ് കഴിയുമ്പം എല്ലാം ആന അഴിച്ച് നമുക്ക് കൊണ്ടുപോവാം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എവിടെന്നെങ്കിലും ഒന്നും കൂടി ഒന്ന് ചാർജ് ആക്കിയിട്ട് നമുക്ക് പരിപാടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അത് കുഴപ്പമില്ല, ആ ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റേ എന്നോട് പറഞ്ഞു, ആന മുളയത്തേക്ക് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. മുളയത്തേക്ക് പോന്നോട്ടെ എന്ന് പറഞ്ഞു. എന്നോടല്ല പറഞ്ഞ, ലോറിക്കാരനോട് പറഞ്ഞു. ഞാൻ എന്നിട്ട് ആ സൈഡിൽ നിന്നൊക്കെ മാറ്റി ആ അമ്പലത്തിൻ്റെ നേരെ ഇറങ്ങാൻ പോയില്ല, ആ വലത്തെ സൈഡിലുള്ള ഗ്യാപ്പിൽ കൂടെ ഇറങ്ങി അവിടെ ഒരു ചെറിയൊരു ആ മതലിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഇറങ്ങി ഇപ്പം നന്തപ്പം നിൽക്കണ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ലോറി എടുക്കണ്ടായിരുന്നു. നേരെ കൊണ്ടുപോയിട്ട് ആന ലോറിയിൽ കയറ്റി. ആ വഴിക്ക് ലോറി തിരിക്കാൻ പറ്റുമോ അതുപോലെ തിരക്കാ. ഒരു പ്രകാരത്തിന് ലോറിയൊക്കെ കുത്തി തിരിച്ച് ആനനെ വണ്ടി കയറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. രക്ഷപ്പെട്ടല്ലോ, ഇനി പ്രശ്നമില്ല. അവിടുന്ന് വണ്ടി കയറി നിന്നപ്പോൾ തൊട്ടിട്ട് ആന പല്ലി അടിക്കാൻ തുടങ്ങി. ഞാനങ്ങനെ നിന്ന് കാണിച്ചുകൊണ്ട് നിൽക്കുക. അതായത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ടെമ്പറായി ആന നല്ല ടെമ്പറായിട്ടാണ് തന്നെ കാണാം, കൂളും ടെമ്പറും.
മുളയത്തേക്ക് കൊണ്ടുവന്ന് ഇറക്കാനെ പറഞ്ഞേക്കണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യം പിടി കിട്ടി. എൻ്റെ പണിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ആനെ കെട്ടിക്കാനുള്ള പ്ലാനാണ്. ആനെ കെട്ടിക്കോളാൻ പറഞ്ഞില്ല, അവിടെ കൊണ്ടുവന്ന് കെട്ടി. മുളയത്ത് തന്നെ ഞാൻ ഒരു പറമ്പിൽ കൊണ്ടുവന്ന് കെട്ടി സെറ്റ് ചെയ്തു. ഞാൻ പിള്ളേരോട് പറഞ്ഞു, അതെ നമ്മുടെ പണിയുടെ കാര്യം ഇതോടുകൂടിയിട്ട് തീരുമാനമാണ്. ആന ഇവിടേക്ക് വന്നിട്ടുണ്ട്, അത് നമ്മളോട് ആനെ കെട്ടിക്കോളാൻ പറയാനുള്ള മൂടാണ്. അങ്ങനെ ആണെങ്കിൽ വേറെ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട, നമുക്ക് കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് പോവാം. കാരണം നമ്മുടെ ഒരു അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന നമ്മളാഴ്ചയ്ക്ക് മുന്നും ഈ മറ്റേ പരിപാടിയൊക്കെ ആൾക്കാർ അവിടെ എടുത്തിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരമായാലും പരിപാടിയൊക്കെ അവർ എടുത്തിട്ടുള്ള പരിപാടികൾ തന്നെയാണ്. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ആനയാണെങ്കിലും കൺട്രോളിലല്ല, എൻ്റെ കൺട്രോളിലല്ല ആന. ഞാൻ ഭാഗ്യപരീക്ഷണത്തിന് ഒരിക്കലും നിൽക്കില്ല. കാരണം എൻ്റെ ജീവൻ നോക്കണം, എൻ്റെ പിള്ളേരുടെ ജീവൻ നോക്കണം, ഇതിൻ്റെ പുറത്ത് കയറുന്ന ആൾക്കാരുടെ ജീവൻ നോക്കണം, ഫ്രണ്ടിൽ നിൽക്കണം മേളക്കാരെ നോക്കണം, ആൾക്കാരെ നോക്കണം, എല്ലാവരും നോക്കണം. കാര്യം ഞാൻ വലിയ ആളാണ്, എനിക്ക് ആനയൊന്നൊരു പുല്ലുമല്ല. ഞാൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ആനേനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ വായ കൊണ്ട് പറയാനേ പറ്റുള്ളൂ. ആനകളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓടേണ്ടി വരും കണ്ട വഴിക്ക്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൽ. പിന്നെ അങ്ങനെ പിടിച്ച് നിൽക്കണ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇരട്ടച്ചങ്കന്മാരൊക്കെ ഇഷ്ടം പോലെ ഉള്ള കാലഘട്ടമല്ല ഇപ്പം നമ്മുടെ ഇവിടെ. വരുന്ന ആൾക്കാർക്കൊക്കെ ഇരട്ടച്ചങ്ക. ഞാൻ കണ്ടിട്ടില്ല ഒരാൾക്ക് ഇരട്ടച്ചങ്കൊക്കെ. ആനകൾ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ നെഞ്ഞിടിപ്പ് നമുക്ക് മനസ്സിലാവും. ഞാൻ എത്രയോ ആനകളെ ഇപ്പോൾ എലിഫൻറ്റ് സ്കൂളിലുണ്ടായിരുന്ന സമയത്ത് ആനകളൊക്കെ തെറ്റി കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് അവർ ആനക്കാരുടെ മുഖത്ത് വെട്ടിയ ചോരയില്ല. ഞാനും ഇത് അനുഭവിക്കുന്ന ആളാണ്. എൻ്റെ ആന തെറ്റി എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ആനയെ കൊണ്ട് പരിപാടിക്ക് പോകും, ആന തെറ്റിക്കൂടാവുന്നില്ല, ആനയാണ്, എന്തും ചെയ്യാം. എന്നിട്ട് രാവിലെ ഞങ്ങൾ പിള്ളേരോട് പറഞ്ഞു, നമുക്കേ ഒരു പനയുടെ പട്ട വെട്ടാം, 1-2 പനയുടെ പട്ട വെട്ടി കൊണ്ടുപോയി നിങ്ങൾ, നമ്മുടെയൊക്കെ പണിയുടെ കാര്യം തീരുമാനം എന്ന് പറഞ്ഞു. ഇല്ല ചേട്ടാ, അങ്ങനെയൊന്നും ആവില്ല, അങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ല. കാരണം ആന നല്ല ശരീരമൊക്കെ കയറി നല്ല അടിപൊളിയായിട്ടല്ലേ നിൽക്കണം, ആന നല്ല ഇതായിട്ട് പറയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ കൂടെ ഈ അസംബരം ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഗുളികൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, ഗുളികൻ എന്നാ വിളിക്കുക, മണികണ്ഠൻ എന്താ അവൻ്റെ പേര്, അവനെ ഗുളികൻ എന്ന് വിളിക്കുക. അവനൊക്കെ ഉണ്ട് എൻ്റെ കൂടെ അന്ന്. അവന് എന്നിട്ട് ഇവർ പോയിട്ട് 2 പനയുടെ പട്ട വെട്ടി കൊണ്ടുവന്നപ്പോൾ ഒരു 1:30-2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാമി വന്നു. മറ്റേ ആളുടെ കൂടെ ഉള്ള ആളുടെ മാനേജർ ഉണ്ട്, ആരും വന്നു. ആൾ കൂടി വന്നിട്ട് പറഞ്ഞു, ആനയെ കെട്ടിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു. കണക്ക് നോക്കാം എന്ന് പറഞ്ഞു. ആനയെ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കണക്ക് നോക്കിയിട്ട് കുറച്ച് പൈസ ബാലൻസ് ഉണ്ടായിരുന്ന പൈസ എല്ലാം തീർത്ത് തന്നു. ശരി, എവിടെ ഇത് കെട്ടണ്ടേന്ന് ചോദിച്ചു. ഇവിടെ തന്നെ കെട്ടിക്കോളൂ, ഇനി വേറെ മാറ്റിയൊന്നും കെട്ടാൻ നിൽക്കണ്ട, കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എങ്ങനെയൊക്കെ കെട്ടണ്ടേന്ന് ചോദിച്ചു. അപ്പം നടക്കി ഇട പൂട്ടിക്കോളൂ, വാറാക്കി കെട്ടിക്കോളൂ, അമരത്തെ ഇട കെട്ടിക്കോളൂ, മറ്റേ ആനയെ കുളത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുളത്തി 2 പനയ്ക്കുള്ള പട്ട. കാരണം അത്ര നാൾ അതിൻ്റെ ചോറ് തിന്ന ആൾക്കാരെ നമ്മൾ വയറ് നിറച്ച് വെള്ളം കൊണ്ട് കൊടുത്തു. അവിടെ ഒരു വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ട് കൊടുത്ത് ഒരു 5-8-10 പട്ട ഇട്ട് കൊടുത്തു. കാര്യങ്ങളൊക്കെ ചെയ്തു. അവരുടെ ഏലസ്, തോട്ടി, വടി, സാധനങ്ങൾ, അവർ തന്നിട്ടുള്ള വെട്ടുകത്തി, വിച്ചാത്തി, കംപ്ലീറ്റ് സാധനങ്ങൾ അവരെ ഏൽപ്പിച്ചു. സന്തോഷമായിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞു. ആ സ്നേഹം ഇന്നും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അന്ന് പിരിഞ്ഞു, കാരണം എനിക്കന്ന് പരിപാടി എടുക്കാൻ പറ്റിയില്ല, അന്ന് പിരിഞ്ഞു. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്ന സമയത്ത് രാമകുട്ടി ചേട്ടൻ വീണ്ടും വന്നു ആന കഴിക്കാൻ. രാമകുട്ടി ചേട്ടനും പിന്നെ വേറെ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല വന്നു. അപ്പോൾ ഞാൻ രാമകുട്ടി ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ, അപ്പോൾ പുള്ളി എന്നെയൊക്കെ മുന്നേ ആന കയറിക്കൊണ്ടിരുന്ന ആന കേട്ടോ. പുള്ളി എന്നെയൊക്കെ മുന്നേ കുറേ വർഷങ്ങൾ ഈ ആന കയറിയിട്ടുള്ള ആളാണ്. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഇതല്ല, അത്ര അങ്ങനെ പിടിച്ച് അങ്ങനെയല്ല, ഒരു ഒതുക്കത്തിൽ കൈകാര്യം ചെയ്ത് പോണ ഒരാളാണ്. എന്തെന്ന് പറയുക, അങ്ങനെ വലിയ ഭീകരമായിട്ടുള്ള ഒരു പണിക്കാരനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി അല്ല പുള്ളിയിൽ. ഒരു ഒരു മനുഷ്യനാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ, ആന ഒന്ന് പിടിച്ച് കൈകാര്യം ചെയ്തോളൂ, ആന ഇന്ന മാതിരിയൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല, ഈ ആനയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതായത് ഈ ആനയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നീ ഈ ആനയുടെ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കണ്ടെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഞാനാണെങ്കിൽ ആനേനെ പിടിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബലപിച്ച്, നീ അത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തായിരുന്ന ആനയാണ്. അതായത് ഞാൻ കൈക്കരുത്ത് കൊണ്ടും മറ്റേ മനസ്സിൻ്റെ ബലം കൊണ്ടും ചങ്കുറ്റം കൊണ്ട് തന്നെ കയറിയാർന്ന ആനയാണ് പുള്ളി എന്ന് പറഞ്ഞ ഒരു വിട്ടുവീഴ്ച മനോഭാവമുള്ള ഒരാളാണ് പുള്ളി. അപ്പം ആ ഒരു രീതിക്ക് കണ്ടായി. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു. പുള്ളി പറഞ്ഞപ്പോൾ പുള്ളി അതൊരു വില കൽപ്പിച്ചില്ല. ഞാൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എന്നോട് പിള്ളേർ പറഞ്ഞു, ചേട്ടൻ എന്തിനത് പറയാൻ പോയി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ, പുള്ളി കൊണ്ട് നടന്ന ഒരു രീതി അല്ലല്ലോ ഇപ്പം ആനയ്ക്ക്. നീ കണ്ടതല്ലേ, ഇപ്പം ഇത്ര ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണല്ലേ പൂരപ്പറമ്പിൽ ചെന്ന് ഈ ആന നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി അത് നമ്മളത് പുള്ളിയോട് പറഞ്ഞിട്ട് പോകണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. പുള്ളി അത് എടുക്കാണ്ടിരിക്കുക, അത് പുള്ളിയുടെ ഇഷ്ടം.
നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞിട്ട് പോകണം. അതിപ്പോൾ നന്ദപ്പനാണെങ്കിൽ ഞാൻ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആളെ വരണേന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എനിക്കിപ്പോൾ ഞാൻ ഈ ആന അഴിക്കാൻ നേരത്തെ ഈ ആന കൊണ്ടുനടന്ന സഞ്ജു എന്ന് പറഞ്ഞ പയ്യൻ ഞാൻ അവനോട് വിളിച്ച് ചോദിച്ചു, എടാ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതികൾ. അപ്പോൾ അവൻ എനിക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും രീതികളും സഞ്ജു എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. ഇന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ, ബിനോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആനേനെ കൊണ്ടുവരാനും കൂടി ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നായിരുന്നു സഞ്ജു, നമ്മുടെ ആനയുടെ കാര്യം. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് മനസ്സിലായി ഇന്ന കാര്യങ്ങൾ ഈ ആനയ്ക്കുണ്ട്, ഇന്ന പോലെ ഇന്ന രീതിയിൽ സൂക്ഷിക്കണം, ഇന്ന കാര്യങ്ങൾ സൂക്ഷിക്കണം, ഇന്ന കാര്യങ്ങൾ സൂക്ഷിക്കണ്ട, ഇതൊക്കെയാണ് ഈ ആനയുടെ രീതി എന്ന് അവൻ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ആനയെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ പറ്റി. ഞാൻ ഇത് ചേട്ടനോട് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് നീ എന്നെ പഠിപ്പിക്കേണ്ട, നീ എൻ്റെ കാര്യം നോക്കുന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞേ. ഞാൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പുള്ളി അഴിച്ച് പിറ്റേ ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് അവണൂർ വെച്ചിട്ട് അദ്ദേഹത്തെ ആന തട്ടിയിട്ട് കുത്തി, ആന ഒരു 3 വാരിയല് പൊട്ടി. പിന്നെ അന്ന് കുറേ അംഗങ്ങൾ അവിടെ കാണിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആന നീരി കെട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ആന കച്ചവടമായി. എസ് കെയിലേക്ക് ചെറുപ്പളശ്ശേരി ആദിനാരായണൻ എന്ന് പറഞ്ഞ് കച്ചവടമായി. അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത് എൻ്റെ കൂട്ടുകാരൻ കുറ്റിക്കോടൻ ആന അഴിച്ചു. പിന്നെ ഫൈസൽ എന്ന് പറഞ്ഞൊരു പയ്യനും കുറ്റിക്കോടനും കൂടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ മാറിയതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ആരോ അഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആന ചെരിഞ്ഞു പോയി. അപ്പം നല്ലൊരു ആനയായിരുന്നു. എന്നെ ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടും എന്നെ മര്യാദക്കിട്ട് ഓടിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറയാലോ, എന്നെ നിലം തൊടിക്കാത്തൊരു ആനയും ഞാൻ ഓരോ പൂരപ്പുറമ്പിൽ ചെല്ലുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരണയ്യപ്പനാന, അനന്തനാന, ഈ കാറ്റഗറിയിൽ ജീരോത്താന ഇങ്ങനെയുള്ള ആനകളൊക്കെ കയറിയപ്പോഴൊന്നും ഇത്ര ഭയം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ആന എന്നെ ശരിക്കും പേടിപ്പിച്ചിട്ടുണ്ട്. കാരണമുണ്ട്, ഈ ആന ഒരു 10-20 വർഷം ഒരാൾ കയറിക്കൊണ്ടിരുന്ന പാട്ടമ്പലം വിജയൻ എന്ന് പറഞ്ഞ ആനയായിരുന്നു അന്ന് മുരളി എന്ന് പറഞ്ഞൊരു ചേട്ടാ. അദ്ദേഹമൊക്കെ ഇപ്പം എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തെയൊക്കെ കുറിച്ച് ആരെങ്കിലും അറിയുമെങ്കിൽ ഞാനൊരു പഴയ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മുരളി. അത് ഇടച്ചട്ടക്കാരൻ. ആനയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടക്കാരൻ വീട്ടിൽ നിന്ന് ആനയുടെ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചട്ടക്കാരൻ വന്ന ഇടച്ചട്ടക്കാരൻ വീട്ടിൽ പോകും, ഇടച്ചട്ടക്കാരൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചട്ടക്കാരൻ വീട്ടിൽ പോകും. അങ്ങനെ മാറിയും തിരിഞ്ഞും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആനയാണ്. ആനയുടെ നല്ല കാലത്ത് അതായത് ഞാൻ കൊണ്ട് നടന്ന സമയത്തുള്ള കുറച്ച് നല്ല നല്ല ഫോട്ടോസുകളുണ്ട്. അത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. പിന്നെ വേറെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊക്കെ വിട്ടുപോയി. ഇത്ര വർഷങ്ങളായില്ലേ, ഒരുപാട് വർഷങ്ങളായതല്ലേ. കുറേ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനും പറ്റില്ല. അപ്പം മൻസാമിയുടെ ആനയുടെ വീഡിയോ ഇതോട് കൂടിയിട്ട് നമ്മൾ തീരുകയാണ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.